മാന്ത്രികത്തൊപ്പി. ഒരിടത്ത് നഗരത്തിൽ നിന്നും കുറച്ചകലെയുള്ള ഗ്രാമത്തിൽ കൊക്കോ താമസിച്ചിരുന്നു. അവനൊരു നല്ല കുട്ടിയായിരുന്നു. കൊക്കോയുടെ അച്ഛൻ ഒരു വലിയ തൊപ്പിക്കടയുടെ ഉടമയായിരുന്നു. കൊക്കോ ഒരേയൊരു മകനായതിനാൽ അവന്റെ അച്ഛൻ കട ചിലപ്പോൾ അവനെ ഏൽപ്പിച്ചു പോകുമായിരുന്നു. കൊക്കോ ഒരു നല്ല കച്ചവടക്കാരനും കണക്കിൽ നല്ല ബുദ്ധിമാനുമായിരുന്നു. മിക്കവാറും അവൻ നല്ല വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുമായിരുന്നു. കൊക്കോയുടെ അച്ഛൻ അവന്റെ കഴിവിൽ അഭിമാനിക്കുമായിരുന്നു. പക്ഷേ പേടിയുമുണ്ടായിരുന്നു. നോക്കൂ, കൊക്കോ ഇന്ന് സമ്പാദിച്ച ലാഭത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ നല്ലപോലെ കൈകാര്യം ചെയ്യുന്നു അല്ലേ? ഓ, അവൻ ഒരു നല്ല വ്യാപാരിയായി കാണാൻ ഞാൻ കൊതിക്കുന്നു. ഈ ചെറുക്കനിൽ കഴിവുണ്ട് കേര. പക്ഷെ നമ്മൾ അവന്റെ തർക്കുത്തരത്തിൽ സൂക്ഷിച്ചിരിക്കണം. എന്ത് തർക്കുത്തരം? അവൻ എല്ലാം വിൽക്കുന്നതിൽ നല്ലവനാണ്. നിങ്ങൾ വെറുതെ പേടിക്കുന്നു. ഹലോ കൊക്കോ, ഞാൻ ആ ബൗളർ തൊപ്പികളൊന്ന് കണ്ടോട്ടെ. എന്റെ അച്ഛൻ ഇന്നൊരു ശവമടക്ക ചടങ്ങിന് കൊണ്ടുപോവുക. എന്റെ കറുത്ത സ്യൂട്ടിന്റെ കൂടെ ഇടാൻ ഒന്നുമില്ല. ബോളർ ഹാറ്റ്സ് വലിയവർക്കുള്ളതാണ്. ഇത് നോക്കിക്കേ, മന്ത്രവാദിനിയുടെ ഹാറ്റ്. ശവമടക്കിന് പോകാൻ നിനക്ക് ഇത് ഉപയോഗിക്കാം. മന്ത്രവാദിനിയുടെ തൊപ്പിയോ? അത് ശരിയാണോ? തെറ്റല്ലേ? ആ തൊപ്പിയിൽ എന്താ ഒരു കുറവ്? നീ ഉദ്ദേശിക്കുന്ന വാക്ക് കുറച്ച് വേറെ തന്നെയാണ് കൂട്ടുകാരാ. അത് തീർച്ചയായും വ്യത്യസ്തമായിരിക്കും. ബോളർ തൊപ്പിയെക്കാളും കുറച്ച് വില കൂടുതലാണ്. പക്ഷേ ഇതാണ് ഇവിടെ എല്ലാവരും ധരിക്കുന്നത്. പുതിയ ട്രെൻഡ് തന്നെയാണേ. നീ ഇതിൽ കലക്കും. ഓ, എന്നാ ശരി. വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇത് കണ്ടോ അച്ഛാ? ഞാൻ ഒരു മന്ത്രവാദിനിയുടെ തൊപ്പി വിറ്റു. ഞാൻ സമ്പാദിച്ചത് കണ്ടോ അച്ഛാ? ഓ, അവസാനം ആ തൊപ്പി കുറെ കാലങ്ങളായി ഇവിടെ കറങ്ങുമായിരുന്നു. നീ അത് ആർക്കാണ് വിറ്റത് മോനെ? ബെൻ. ബെന്നോ? നിന്റെ കൂട്ടുകാരനോ ബെൻ? അവൻ എന്തിനാണ് ആ മന്ത്രവാദിനിയുടെ തൊപ്പി? അവന് വേണ്ടായിരുന്നു. അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഞാൻ. അങ്ങനെ തന്നെയല്ലേ അച്ഛനും ബിസിനസ് ചെയ്യുന്നത്? ഡിമാൻഡുകൾ ഉണ്ടാക്കി. എന്ത്? ഇതെനിക്ക് തീർച്ചയായും ശരിയാണെന്ന് തോന്നുന്നില്ല. നീ എന്താണ് ഈ പറയുന്നത്? അവനിൽ നീ എങ്ങനെയാണ് അതിനുള്ള ആവശ്യം ഉണ്ടാക്കിയത് മകനെ? ഓ, വളരെ എളുപ്പമായിരുന്നു. ഞാൻ അവനോട് ആ തൊപ്പി വാങ്ങാൻ ആവശ്യപ്പെട്ടു. അത് ധരിച്ചുകൊണ്ട് അവന്റെ അച്ഛന്റെ കൂടെ ശവമടക്കിന് പോകാൻ പറഞ്ഞു. നീ എന്താണ് ഈ ചെയ്തത്? ശവമടക്കെന്ന് വെച്ചാൽ മരിച്ചവർ പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് മോനെ. നീ ഒരു കൊച്ചു ചെറുക്കനെ മന്ത്രവാദിനിയുടെ തൊപ്പി ധരിപ്പിച്ച് ശവമടക്കിന് അയച്ചോ? അത് ശവമടക്കാണ്, ഫാൻസി ഡ്രസ് ഒന്നും അല്ല. അതിനെന്താ അച്ഛാ? അതൊരു നല്ല ഡീലായിരുന്നില്ലേ? ഞാൻ അതിലൂടെ പണം നേടി. നോക്കൂ, 5 രൂപ എനിക്ക് കിട്ടി. നീ അതുകൊണ്ട് പണം നേടിയത് കൊണ്ട് മാത്രം അതൊരു നല്ല ഡീലാവില്ല കോക്കോ. നീ പ്രവർത്തിക്കുന്നതിന് മുമ്പേ ചിന്തിച്ചിരിക്കണം. ഒരുപക്ഷെ അവന്റെ അച്ഛൻ തിരികെ വന്ന് നിന്നോട് പണം ചോദിച്ചാൽ നീ എന്ത് ചെയ്യും കോക്കോ? എനിക്ക് തോന്നുന്നില്ല അത് ശരിയാകുമെന്ന്. ബെന്നിന്റെ അച്ഛൻ തിരികെ വന്ന് പണം ചോദിച്ചാൽ നമ്മൾ നേരെ അത് ഇല്ലെന്ന് തന്നെ പറയണം. ഡീൽ ചെയ്താൽ ഡീൽ തന്നെയാണ്. ബെൻ ആ തൊപ്പി കൊണ്ട് എന്ത് ചെയ്യും എന്നത് അവന്റെ തലവേദനയാണ്. ഞാൻ വിചാരിച്ചു ആ തൊപ്പി പോയത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമെന്ന്. കൊക്കോ ദേഷ്യത്തോടെ കടയിൽ നിന്നും പോയി. അവന് മനസ്സിലായില്ല അവന്റെ അച്ഛൻ എന്തേ സന്തോഷമായില്ല എന്ന്. അവൻ നല്ല ലാഭമുണ്ടാക്കിയിരുന്നു. മറുവശത്ത് കൊക്കോയുടെ അച്ഛൻ അവനെക്കുറിച്ച് വേവലാതിപ്പെടുമായിരുന്നു. അവരവരുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുന്ന നാശങ്ങളെക്കുറിച്ച് കൊക്കോയെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണമായിരുന്നു. ആ രാത്രി കൊക്കോയുടെ അച്ഛൻ വെള്ളി നക്ഷത്രം കണ്ടു. കണ്ണടച്ച് മകന്റെ നല്ലതിനായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ മകൻ പ്രവർത്തിക്കുന്നതിന് മുന്നേ ചിന്തിക്കണം എന്നാഗ്രഹിച്ചു. നക്ഷത്രം ആ ആഗ്രഹം സാധിച്ചു. ആ രാത്രി കൊക്കോ ഒരു സ്വപ്നം കണ്ടു. ഹലോ കൊക്കോ, ഞാൻ എവിടെയാണ്?
നിങ്ങൾ ആരാണ്? ഞാൻ ഒരു മാലാഖയാണ്. നിനക്കൊരു സമ്മാനം തരാൻ വന്നതാണ്. ഒരു സമ്മാനമോ? ഓ, ഇന്നത്തെ നല്ല ഒരു ഡീൽ നടത്തിയതിനുള്ള സമ്മാനമായിരിക്കോ? എനിക്കറിയാമായിരുന്നു. ശരി, ഇതാ, ഇതൊരു മാന്ത്രിക തൊപ്പിയാണ്. നീ എപ്പോഴും ഇത് ധരിച്ചിട്ട് ഇത് ഊരുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം നിനക്ക് കിട്ടും. വാവ്, ഞാൻ പണക്കാരനാകും. പക്ഷേ ഓർക്കണം കൊക്കോ, അഥവാ നീ ഈ തൊപ്പി 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ഓരോ സ്വർണ്ണ നാണയത്തിന് പകരം നിന്റെ പൊക്കത്തിൽ നിന്നും ഓരോ ഇഞ്ച് കുറയും. ആ, അതായത് എല്ലാ പ്രാവശ്യവും ഒരു സ്വർണം നാണയം കിട്ടുമ്പോൾ ഞാൻ ചെറുതായിരിക്കൂ. ശരി, ഞാൻ അത് ഓർക്കാം. സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഗുഡ് മോർണിംഗ് കോക്കോ. എന്ത്? നീ നന്നായി ഉറങ്ങിയില്ലേ? ഓ അതെ, ഞാൻ ഉറങ്ങി. നിനക്ക് എന്നോട് ഇനി ദേഷ്യമില്ലെന്ന് തോന്നുന്നു. നന്നായി അത്. ഓ, ഞാൻ കുഴപ്പമില്ല, എല്ലാം ശരി തന്നെയാണ്. താങ്ക് യു. ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എന്റെ കുറ്റമല്ലായിരുന്നിട്ടും നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞു. കോക്കോ, ഞാൻ കരുതുന്നു നീ ഒരിക്കൽ മനസ്സിലാകും. ഞാൻ ചെയ്യുന്നതും പറയുന്നതും നിന്റെ നല്ലതിനാണെന്ന്. അത് നിനക്ക് മനസ്സിലാകും. എന്തൊക്കെയായാലും ഞാനും നിന്റെ അമ്മയും പുറത്തു പോവുക. ഞങ്ങൾ വരാൻ കുറച്ച് വൈകും. സൂക്ഷിച്ചോണം, ഓക്കേ? പക്ഷേ കോക്കോ ഒന്നും മിണ്ടിയില്ല. അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല അവസരം മുതലാക്കുന്നത് എന്ത് അത്യാവശ്യമാണെന്ന്. ഈ തൊപ്പികൾ വിറ്റ് ലാഭമുണ്ടാക്കുന്നത് എന്റെ ലക്ഷ്യമാണ്. നിൽക്ക്, എന്റെ മാന്ത്രിക തൊപ്പി എവിടെ പോയി? എന്റെ മാന്ത്രിക തൊപ്പി? കോക്കോ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ തലയിണയുടെ അടിയിൽ എന്തോ കണ്ടു. എന്റെ മാന്ത്രിക തൊപ്പി! കോക്കോ ആഹ്ലാദത്തോടെ അത് തലയിൽ വെച്ചിട്ട് ഊരി. ആ തൊപ്പിയിൽ ഒരു സ്വർണ്ണ നാണയമുണ്ടായിരുന്നു. കോക്കോയ്ക്ക് വളരെ സന്തോഷമായി. ഞാൻ ഇനി റിച്ച് ആകും. ഇനി ഞാനിതൊന്നുകൂടെ ചെയ്യും. അവൻ ആഹ്ലാദത്തോടെ ഒന്നുകൂടി തലയിൽ വെച്ചിട്ടെടുത്തു. അതാ അടുത്ത നാണയം. കോക്കോ മാലാഖ പറഞ്ഞ കാര്യം നല്ലപോലെ ഓർത്തിരുന്നു. അഥവാ നീ ഈ തൊപ്പി 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ഓരോ സ്വർണ്ണ നാണയത്തിന് പകരം നിന്റെ പൊക്കത്തിൽ നിന്നും ഓരോ ഇഞ്ച് കുറയും. ഒരാഴ്ചക്ക് ഇത് മതിയെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയും അച്ഛനും തിരിച്ചു വരുമ്പോൾ ഞാൻ ഇത് 1 പ്രാവശ്യം കൂടി ഉപയോഗിക്കും. അവർക്കിത് വളരെ ഇഷ്ടമാകും. കോക്കോ സൂക്ഷിച്ച് തൊപ്പി അലമാരിയിൽ വെച്ചിട്ട് അവന്റെ ദിവസം തുടങ്ങി. അവന് വളരെ സന്തോഷമായി. പക്ഷേ അവൻ നിരന്തരം അലമാരിയിലെ തൊപ്പിയെക്കുറിച്ച് ആലോചിച്ചു. അവൻ എന്തു ചെയ്തിട്ടും അവന്റെ മനസ്സിൽ നിന്നും അത് മാറുന്നേയില്ലായിരുന്നു. എനിക്ക് മുടി വെട്ടാൻ സമയമായിരിക്കുന്നു. പക്ഷേ എന്റെ കയ്യിൽ പണമില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ തൊപ്പി ഉപയോഗിക്കാം. പക്ഷേ അമ്മയും അച്ഛനും വരുന്നത് കാണണമല്ലോ. അവരുടെ മകന്റെ ഭാഗ്യം ആലോചിച്ച് അവർക്ക് അഭിമാനം തോന്നണം. ഒരു നിമിഷം, ഞാൻ മാന്ത്രികം കാണിക്കാൻ ഒരു കുഞ്ഞൊന്നുമല്ലല്ലോ. ഞാൻ എന്തുകൊണ്ട് അവരെ ഇതിന് പകരം പണം കാണിച്ചാലോ? ഞാൻ തൊപ്പി ഒന്നുകൂടി ഉപയോഗിച്ച് അവർക്ക് 3 സ്വർണ്ണ നാണയം കാണിക്കാം. കോക്കോ ആഗ്രഹിച്ചതുപോലെ ചെയ്തു. അവൻ 3 സ്വർണ്ണ നാണയം നേടിയതിൽ സന്തോഷിച്ചു. പക്ഷേ വെറും 3 സ്വർണ്ണ നാണയം പോരാ. അങ്ങനെ ആലോചിച്ചാൽ ഞാൻ എന്റെ കൂട്ടുകാരിൽ ഏറ്റവും പൊക്കമുള്ളവനാ. 1 ഇഞ്ച് നഷ്ടപ്പെടുന്നത് അത്ര മോശമൊന്നുമല്ല. പിന്നെ അങ്ങനെ തന്നെ സംഭവിച്ചു. കോക്കോ 1 നാണയം കൂടി നേടി. പക്ഷേ പകരം അവന്റെ പൊക്കത്തിലെ 1 ഇഞ്ച് കുറഞ്ഞു. കണ്ടോ, അത്രയ്ക്ക് വലിയ നഷ്ടമൊന്നുമല്ല. ആർക്കും മനസ്സിലാവില്ല ഞാൻ 1 ഇഞ്ച് കുറഞ്ഞു എന്ന്. അപ്പോൾ 1, 2, 3, പിന്നെ 4. ഇതുകൊണ്ട് ഞാൻ സന്തുഷ്ടനല്ല. വെറും 4 ഗോൾഡ് കോയിൻ അച്ഛനമ്മമാർക്ക് കൊടുത്താൽ അത് മോശമല്ലേ? ഞാൻ എന്റെ പൊക്കം കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ?
അതുപോലെ തന്നെ ഞാൻ വളരെ യങ്ങാണ്. എനിക്ക് പൊക്കം കൂട്ടാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ ഡീൽ കൊണ്ട് എനിക്ക് എന്തെങ്കിലും സമ്പാദിച്ചേ പറ്റൂ. അധികമൊന്നും ആലോചിക്കാതെ കൊക്കോ തൊപ്പിയിൽ നിന്നും വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കി തുടങ്ങി. പെട്ടെന്ന് തന്നെ തറയിൽ വളരെയേറെ സ്വർണ്ണ നാണയം കൂടി. അത് കണ്ടോ, ഇതാണ് ഒരു പെർഫെക്റ്റ് ഡീൽ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് മാസത്തിൽ എന്റെ പൊക്കം കൂട്ടി പണക്കാരനായി തന്നെ ഇരിക്കും. ഇനി എനിക്ക് സമാധാനത്തോടെ പോയി ഉറങ്ങാം. പക്ഷേ കോക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഓ നോ! അവന് പൊക്കം വയ്ക്കാൻ വർഷങ്ങളെടുത്തു. പക്ഷെ അവൻ അതിനെ സ്വർണത്തിനു പകരം നിമിഷങ്ങൾ കൊണ്ട് വേണ്ടെന്ന് വെച്ചു. നിൽക്കൂ, അതായത് എനിക്ക് പൊക്കം വരാൻ ഇനി കുറെ വർഷം എടുക്കുമെന്നോ? ഓ ഇല്ല, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ പൊക്കം എങ്ങനെ തിരികെ കൊണ്ടുവരാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാനാവില്ല. എന്റെ കട്ടിലിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല. അടുക്കളയുടെ പുറത്ത് കയറി കുക്കി എടുക്കാൻ പറ്റില്ല. ഇനി എനിക്ക് കടയിൽ പോകാൻ പറ്റില്ല. ഇല്ല. കോക്കോ അലമാരിയിൽ നിന്നും തൊപ്പി പെട്ടെന്നെടുത്തിട്ട് അതിനെ ആഞ്ഞു വീശി. അവൻ അത് വീണ്ടും തലയിൽ വയ്ക്കാൻ പേടിയായതുകൊണ്ട് അവൻ എല്ലാ നാണയങ്ങളും എടുത്ത് തൊപ്പിക്കുള്ളിൽ വെക്കാൻ ശ്രമിച്ചു. എടുത്തോ, എല്ലാ പണവും തിരികെ എടുത്തോ, എല്ലാം എടുത്തോ. എന്നെ വലുതാക്കൂ പ്ലീസ്. എന്തെങ്കിലും ഒന്ന് ചെയ്യ് മണ്ടൻ തൊപ്പി. കോക്കോ നാണയങ്ങൾ വെച്ച് മുറുക്കി കെട്ടിയതുകൊണ്ട് ആ തൊപ്പി കീറിപ്പോയി. ഞാനിനി എന്ത് ചെയ്യാനാ? കുറേ നേരം കരഞ്ഞുകൊണ്ട് കോക്കോ ഉറങ്ങിപ്പോയി. അവൻ വേറെ ഒരു സ്വപ്നം കണ്ടു. കോക്കോ, നീ എവിടെയാണ്? ഞാനിവിടെ ഉണ്ട്, താഴേക്ക് നോക്കൂ. ദൈവമേ, നീ എന്താണ് ഈ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ അങ്ങനെ ഉപയോഗിക്കരുതെന്ന്? എനിക്കറിയാം, പക്ഷെ എനിക്കൊരു നല്ല ഡീൽ ചെയ്യണമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ പൊക്കത്തിലെ 1 ഇഞ്ചിന് പകരം ഒരു സ്വർണ്ണ നാണയം പണക്കാരനാകാൻ നല്ലൊരു ഡീലാണെന്ന്. കോക്കോ, നല്ലൊരു ഡീൽ ചെയ്യുന്നതിനായി ഒരിക്കലും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കരുത്. നീ പ്രവർത്തിക്കുന്നതിന് മുന്നേ ചിന്തിക്കൂ. നീ നിന്റെ പ്രവർത്തനത്തിന്റെ ഭവിഷ്യത്ത് ആലോചിക്കണം. എന്നോട് പറയൂ, ഇതൊരു നല്ല ഡീലായി നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തീർച്ചയായും ഇല്ല. ഇതെന്റെ മണ്ടത്തരവുമായിരുന്നു. എനിക്കതെല്ലാം അറിയാം. തീർച്ചയായും നീ ഇതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചിരുന്നുവെങ്കിൽ നീ ശരിയായ വഴി തിരഞ്ഞെടുത്തേനെ. എനിക്കറിയാം, എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഇനി പറയൂ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ നിന്റെ തൊപ്പി തിരിച്ചെടുത്തിട്ട് നിന്നെ പഴയതുപോലെയാക്കാം. ഒന്നും മാറില്ല. അതുമല്ല, നീ സ്വർണം കാത്തുവെച്ചിട്ട് വർഷങ്ങൾ കാത്തു നിന്റെ പൊക്കം തിരികെ വരാൻ വേണ്ടി. ഇല്ല, ഒരിക്കലുമില്ല. തൊപ്പി തിരിച്ചെടുത്തോ, എല്ലാ സ്വർണ്ണ നാണയവും എടുത്തോ, എന്നിട്ട് എന്നെ ഞാനായിരുന്നത് പോലെ തന്നെ ആക്കൂ. ഒന്നും മാറരുത്. ഒരു കടയുണ്ട്, ഞാനിപ്പോഴും സ്കൂളിലാണ്. ഞാൻ എന്റെ സ്വന്തം സ്വർണം നേടും. എന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകും. അതൊരു നല്ല കാര്യമാണ് കോക്കോ. ഇതാ, ഇന്നാ പിടിച്ചോ. കോക്കോ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവൻ തറയിൽ കിടന്നിരുന്നു. അവൻ എഴുന്നേറ്റപ്പോൾ അവന് മനസ്സിലായി അവൻ പഴയതുപോലെയായി എന്ന്. അപ്പോൾ തന്നെ ഡോർബെൽ അടിച്ചു. അവൻ തുറക്കാനായി ഓടി. ഡാഡി, ഞാൻ എന്നാ കുറെ കാലമായ പോയിട്ട്. എന്നോട് ക്ഷമിക്കൂ ഡാഡി. എനിക്ക് മനസ്സിലായി, അച്ഛൻ ശരിയായിരുന്നു. ഏത് കാര്യം എളുപ്പമായി എന്ന് വെച്ചാൽ അതൊരു നല്ല ഡീലല്ല. ഞാൻ എപ്പോഴും എന്റെ പ്രവർത്തനത്തിന്റെ ഭവിഷ്യത്ത് ആലോചിക്കും. ആ, നിനക്കത് സ്വയം തന്നെ മനസ്സിലായോ? നിന്നെ ഇനിയും കുറെ സമയത്തേക്ക് ഒറ്റയ്ക്ക് വിടണം എന്ന് തോന്നുന്നു. ഇല്ല, ഒരിക്കലുമില്ല. കോക്കോ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരിക്കലും ചിന്തിക്കാതെ ഇനി ഒന്നും ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു. ശുഭം.